ഹായ്. ഇന്നലല്ല തിങ്കളാഴ്ചയാണ് നമ്മൾ രണ്ടാളും ഡ്യൂട്ടിക്ക് പോകുന്നതാണ്. സമയം ഏതാണ്ട് 10:30 11 അടുപ്പിച്ച് തന്നെ ആയിട്ടുണ്ട്. അപ്പം ഒന്നുമില്ല, ഇന്നലെ ഞായറാഴ്ചയാണ്, അതുകൊണ്ട് വീട്ടിലെത്താൻ കുറേ ലേറ്റ് ആയാലോ മമ്മി. ഇന്നലെ ചുമ്മാ കറങ്ങി ഭക്ഷണമെല്ലാം കഴിച്ച് ഇങ്ങെത്തുമ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റ്. നമ്മളെ പരിപാടികൾ ഇങ്ങനെ പ്ലാനിങ് ഇല്ലാത്ത പരിപാടിയല്ലേ സുധി? അതുകൊണ്ട് 11 മണിയായി എത്താൻ വേണ്ടിയിട്ട്. ഇവിടെ ഉറങ്ങുമ്പോഴത്തേക്ക് 12 മണിയായി. രാവിലെ എണീക്കുമ്പോഴത്തേക്ക് അതിന്റെ 8 മണി. ഞാനും ഇവള് നേരത്തെ എണീക്കണല്ല. അപ്പോ ഇന്ന് വന്നറിയോ ഒന്നിനറിയോ സുധി? ഒരു സന്തോഷ വാർത്തയിലേക്കാണ്. എന്നാ സുധി, സുധീന്റെ ബർത്ത്ഡേ വരാൻ പോകുന്നുണ്ട്. എന്നറിയോ? സത്യം പറയില്ല, ഇവളെ ബർത്ത്ഡേ ഇന്ന് വരെ ഞാൻ ഓർമ്മിച്ചില്ല. എനിക്ക് ഡേറ്റ് ഓർമ്മയില്ല. ഏതാ ദിവസം സുധി? ജൂലൈ 19 സാറ്റർഡേ. ഈ സാറ്റർഡേ. ജൂലൈ 19 ഓർമ്മയില്ലെങ്കിൽ ഈ സാറ്റർഡേ എനിക്ക് ഓർമ്മയുണ്ട്. സാറ്റർഡേ ആണ് സുധീന്റെ ബർത്ത്ഡേ വരുന്നത്. അപ്പോൾ സുധിക്ക് എല്ലാ പ്രാവശ്യവും എന്തെങ്കിലും ഗിഫ്റ്റെല്ലാം ഞാൻ കൊടുക്കലുണ്ടേ. അപ്പോൾ ഇപ്രാവശ്യം വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ ഗിഫ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല. കാരണം ഒക്കെ ഇഷ്ടമുള്ള ഗിഫ്റ്റ് ഓള് തന്നെ നമ്മൾ ഒരുമിച്ച് പോകുമ്പോൾ വാങ്ങലാ സാധാരണ. അതുപോലെ ബർത്ത്ഡേ ഗിഫ്റ്റും അതുപോലെ വാങ്ങാമെന്ന് വിചാരിക്കുന്നത്. പക്ഷേ മോള് പറഞ്ഞു പപ്പേ അത് പറ്റൂല, വാങ്ങണം. മറ്റേ മക്കൾക്ക് ഭയങ്കര നിർബന്ധം, ജാനുവിന് ഭയങ്കര നിർബന്ധം. അപ്പോൾ ഒരു ഗിഫ്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. യെസ്, ഇപ്പം തരുന്നില്ല, സാറ്റർഡേ തരാം. പിന്നെ ഇതിപ്പോ പറയുന്നത് അറിയാവാ, ശ്രുതിക്ക് ബർത്ത്ഡേക്ക് ഒരുപാട് ആൾ വിഷ് ചെയ്യുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവരുടെ ശ്രുതിക്ക് ഒരു അഡ്വാൻസ് ബർത്ത്ഡേ വിഷസ് ഒന്ന് അറിയിച്ചാല് ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാകുന്ന എനിക്ക് പറയാനുള്ളത്. ശനിയാഴ്ച അവൻ കുറെ ദിവസം അതല്ല അഡ്വാൻസ് ഒന്ന് പറഞ്ഞാൽ ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാവും. പിന്നെ എനിക്ക് ഒന്ന് ശ്രുതിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ബർത്ത്ഡേ ഗിഫ്റ്റ് ഇതുപോലുള്ള സന്തോഷങ്ങൾ കൊടുക്കല. നോക്ക് ഭയങ്കര ഇഷ്ടം. ഒരുപാട് ആൾ ചുറ്റൊന്ന് വിഷ് ചെയ്യുക, ഒരുപാട് ആൾ സ്നേഹിക്കുക, ഇതെല്ലാം അത് എൻ്റെ മോക്ക് ഇഷ്ടമല്ലേ ശ്രുതി? സമ്മാനൊന്നും വേണ്ട, ഇതന്നെ മതിയെന്ന. നമ്മളിന്നല്ല കണ്ണൂർ സെക്യൂറ മാളിൽ പോയിനെ. അപ്പോൾ ഇതുപോലെ നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർ വന്നിട്ടേ ഭയങ്കര സ്നേഹത്തോടെ എല്ലാവരും ഭയങ്കര സംസാരം, എല്ലാവരും ഭയങ്കര ലോക്യവും. അത്യാവശ്യം സെൽഫിയിൽ എടുക്കുമ്പോ ശ്രുതി പറയാ ചേട്ടാ ഇപ്പൊ നല്ലൊരു സുഖമുണ്ട് ടെലടിക്കും പോകുമ്പോ. ഞാൻ പറഞ്ഞ ഹാപ്പി അല്ലേ? ആ ചേട്ടാ ഹാപ്പിയാണ്. ഞാൻ പറഞ്ഞ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് നീ എന്താ പറഞ്ഞേ? ഇവളെന്ന് പറഞ്ഞാൽ അറിയാവാ ഓരോ ഭ്രാന്ത് കൊണ്ട് വന്നോളൂ, വീഡിയോ കൊണ്ട് വന്നോളൂ, പോയാട്ടെ ഞാൻ മിണ്ടൂല. ഒരിക്കലും പറഞ്ഞ ടീമാണ് ഇവളെ. ഇപ്പോൾ 1.5 വർഷം മുമ്പേ ഇന്ന് പറയാ വൈചോട്ടാ എല്ലാവരും നല്ല ലോകിയുണ്ട്, എല്ലാവരും നല്ല ചിരിക്കുമ്പോൾ നല്ല സന്തോഷമില്ല വൈചോട്ടാ. ഞാൻ പറഞ്ഞു അതെയാ, ഇങ്ങനെ അല്ലല്ലോ 1.5 കൊല്ലം മുമ്പ് പറഞ്ഞത്. അല്ല അങ്ങനെയൊക്കെയാണ്. എന്ത് സാധനം തുടങ്ങുമ്പോൾ ആൾക്കാർ പലതും പറയും. പിന്നെ തുടങ്ങി ആകുമ്പോൾ നല്ലതാകുമ്പോൾ അല്ലേ നേരാണ് ശ്രുതി നല്ലത് പറയാ. ശരി, അതെല്ലാം പോട്ട്. ഏതായാലും ബർത്ത്ഡേക്ക് എന്ന് പറയാനുള്ള സ്ഥിതി, ബർത്ത്ഡേ ആയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും പുതിയ എന്തെങ്കിലും ഉണ്ടാ? പുതിയ തീരുമാനങ്ങൾ എന്തെങ്കിലും ഉണ്ട്? ഷുഗർ കട്ട്. നമ്മള് പഞ്ചസാര നിർത്തിയിട്ടുള്ള ഐസ് കുറയലെന്നുള്ള സത്യമല്ലേ മനസ്സിലാക്കണം നമ്മൾ. സംഗതി ഉണ്ടല്ല, ഷുഗർ നമ്മൾ നിർത്തിയ കാരണം ഷുഗറിനെ കൊണ്ട് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടെന്നുള്ളത് ഇന്നാളെ ഒരാളിനെ പറ്റി നമ്മൾ സംസാരിച്ചത്. അപ്പോൾ അയാൾ ഷുഗർ നിർത്തിയിട്ട് എനിക്ക് 2 മാസമായി. പക്ഷെ ഭയങ്കര മാറ്റാന്ന് പോലും. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഏതായാലും ശ്രുതിന്റെ ബർത്ത്ഡേ എല്ലാം വരാൻ പോകുന്നില്ലേ, നമുക്ക് പുതിയ തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഞാൻ ശ്രുതിയോട് പറഞ്ഞു എടി ഞാനിതാ ഷുഗർ നിർത്തുമെന്ന് തന്നെ. ശ്രുതി പറഞ്ഞു ഞാൻ ഇന്നലെ നിർത്തി. ആ പറഞ്ഞ ശ്രുതി കുറച്ച് എൻ്റെ സെക്യൂർ മാളിൽ പോയിട്ട് സൂപ്പർ മാർക്കറ്റിൽ കയറി നേരെ പോയത് നേരെ ഡ്രീം കേക്കിൽ അടിക്കാൻ. ഞാൻ പറഞ്ഞു അപ്പൊ ശ്രുതി ഷുഗർ കട്ട് ഇത് കൂടി തിന്നിട്ട് ഷുഗർ കട്ട് ചെയ്ത്. അപ്പൊ എന്തായാലും ഷുഗർ കട്ട് തീരുമാനിച്ചില്ല. ഞാൻ പറഞ്ഞു നീ ഒരു കഷ്ണം തന്നോ അധികം കഴിക്കണ്ടെന്നാലും. പിന്നെ നമ്മളെ തീരുമാനമൊക്കെ എല്ലാവരും ബോൾഡ് ആയിരിക്കണം, സ്ട്രൈറ്റ് ആയിരിക്കണം. ഒരിക്കൽ തീരുമാനിച്ചാൽ മാറാൻ പാടില്ല. അപ്പൊ ഞാൻ പറഞ്ഞ ലൈഫ് കുറെ കൂടി പക്വമായിട്ട് കാണണം, ആരോഗ്യത്തെ അതിനേക്കാൾ പക്വമായിട്ട് കാണുന്ന സ്ഥിതി. അതുകൊണ്ട് ഷുഗർ കട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ വീഡിയോ കാണുന്നതിലൂടെ എനിക്ക് പറയാനുള്ളത് ഷുഗർ ഒഴിവാക്കി നോക്കുക. 1 മാസം ഒഴിവാക്കിയാൽ ഭയങ്കര വ്യത്യാസമാണ് അനുഭവിച്ച ആൾ പറഞ്ഞത്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഒരു ദിവസമല്ലേ ഒഴിവാക്കിയിട്ട് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മൾ ഷുഗർ കട്ടാണ്. അതുപോലെ എല്ലാവരും ചെയ്യാനാണ് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നതിൽ ഒന്ന് ശ്രുതിൻ്റെ ബർത്ത്ഡേ ആണെങ്കിൽ, രണ്ടാമത് എല്ലാവരും ആരോഗ്യത്തിന് കൂടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. എന്നാൽ പിന്നെ ശരിയല്ലേ ശ്രുതി? ഓക്കെ, ബൈ.